എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഇരിക്കണം. ഇരിക്കുമ്പം പ്രാർത്ഥിക്കേണ്ട മന്ത്രങ്ങൾ പ്രാർത്ഥിക്കുമ്പം എല്ലാവരും രാവിലെ പ്രാർത്ഥിക്കണം. എല്ലാവരും രാവിലെ പ്രാർത്ഥിക്കണം. ദടിങ്ങനെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. അവിടെ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും രാവിലെ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും രാവിലെ പ്രാർത്ഥിക്കണം. എല്ലാവരും രാവിലെ സ്കൂളിൽ പോകുന്ന പിള്ളേർ മാത്രം ഒന്ന് പ്രാർത്ഥിക്കണം. എടിങ്ങനെ സ്കൂളിൽ പോകുന്ന പിള്ളേർ മാത്രം ഇങ്ങനെ പ്രാർത്ഥിക്കണം. എടിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പുസ്തകം എടുത്ത് ആ പേപ്പർ, പരീക്ഷാ പേപ്പർ ഇങ്ങോട്ട് നമ്മളെ സാർ ഇങ്ങോട്ട് കൈ തരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കണം. അന്നേരം പ്രാർത്ഥിക്കുമ്പം നമുക്ക് നല്ല മാർക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ പരീക്ഷാ പേപ്പർ തരുമ്പം ടീച്ചർ ഇങ്ങോട്ട് പേപ്പർ തരും. പരീക്ഷാ പേപ്പർ തരുമ്പം നമ്മൾ ആ പരീക്ഷാ പേപ്പർ വാങ്ങിക്കേണ്ട രീതി ഇങ്ങനെ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ കേട്ട് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങണം. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങണം. പരീക്ഷാ പേപ്പർ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങണം. നിങ്ങൾക്ക് സ്വതന്ത്രമായി നിങ്ങൾ പരീക്ഷ പഠിക്കും. അങ്ങനെ ആ പരീക്ഷ ചെയ്യണ്ട. അന്നേരം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ യൂട്യൂബ് ചാനലെല്ലാം സപ്പോർട്ട് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണണം നിങ്ങൾ. അപ്പം നിങ്ങൾ നീ കാണത്തില്ലേ? അപ്പം ഞാനൊരു പേപ്പർ എടുത്തുതരാം. ആ പേപ്പർ എടുത്തുതരാം. അതൊക്കെ നമ്മൾ ആ പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കണം. വായിച്ച് നല്ലതായി പരീക്ഷ ജയിക്കണേ ദൈവമേ, നല്ലതായിട്ട് പരീക്ഷ ജയിക്കണേ ദൈവമേ, നല്ലതായിട്ട് പരീക്ഷ ജയിക്കണേ ദൈവമേ, നല്ലതായിട്ട് പരീക്ഷ ജയിക്കണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് മൊബൈൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ കാണും. സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് ഏത് പരീക്ഷയാണ് അത് ഏത് പരീക്ഷയാണ് ടൈം ടേബിൾ നോക്കിയിട്ട് ആ ടൈം ടേബിളിൽ നോക്കി ഏത് പരീക്ഷയാണെന്ന് നോക്കി ആ പരീക്ഷയുടെ പുസ്തകം എടുത്ത് പഠിക്കണം. ആ
ആ പുസ്തകം എടുത്ത് പഠിക്കണം. പഠിച്ച് ഇങ്ങനെ ആദ്യം പുസ്തകം തുറക്കുമ്പം ഇങ്ങനെ പ്രാർത്ഥിക്കണം. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് അയ്യപ്പനെ, പിന്നെ അത് കഴിഞ്ഞ് ദേവിയെ, പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് പുസ്തകം എടുക്കണം. നിങ്ങളോട് നല്ല കാര്യം പറഞ്ഞു തരിക. നിങ്ങളോട് നല്ല കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളെ കളിയാക്കാനോ ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ ഒന്നും പറഞ്ഞാൽ നിങ്ങളോട് നല്ല കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങളെ കളിയാക്കാനും കിളിയാക്കാനും പറഞ്ഞു തന്നില്ല കേട്ടോ. നിങ്ങളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചീത്ത വിളിക്കാനും നല്ല കാര്യം പറഞ്ഞുതരാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നാടൻ മനുഷ്യനെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം.